മാർത്താണ്ഡം കരിങ്കലിൽ സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വിദ്യാർത്ഥി വീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നും കയ്യേറ്റം ചെയ്തുവെന്നുമാണ് ആരോപണം. മാർത്താണ്ഡം കരിങ്കൽ ബെത്ലഹേം നഴ്സിംഗ് കോളേജിൽ അവിടെ വെച്ചായിരുന്നു സംഭവം. അരുൺ മോഹൻ ചേരുന്നതിന്റെ വിവരങ്ങളുമായി. അരുൺ, ഈ തിരുവനന്തപുരംകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി അവിടെ ജീവനൊടുക്കുന്ന സാഹചര്യം, അത് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ഗുരുതര പരിക്കോടുകൂടിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ ആ വളരെ മര്യാദയുള്ള ഒരു പ്രതിഷേധത്തെ എന്തിനാണ് അവർ അടിച്ചമർത്താൻ ശ്രമിച്ചത്? കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു ഈ സംഭവത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ പറയുന്ന മാർത്താണ്ഡത്തെ ബദിനി എന്ന് പറയുന്ന നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി, 3-ാം വർഷ വിദ്യാർത്ഥിയായ അൻസിജി എന്ന 21-കാരിയാണ് ഈ 3-ാം നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ഈ കുട്ടിയെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകരയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഇല്ലാത്തതിനാൽ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തിക്കുകയും അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയം മുതൽ തന്നെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചായിരുന്നു ഈ പറയുന്ന കോളേജ് അധികൃതർക്ക് എതിരെ വന്നിരുന്നത്. കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കുട്ടിയെ മൊബൈൽ ഫോണിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് പറയുകയും അതിനെക്കുറിച്ചുള്ള പരിശോധന നടത്തുകയും മണിക്കൂറുകളോളം പരിശോധന നടത്തി കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ആസ്പദമായ ഒരു കാരണം പറയുന്നത്, ഒരു വർഷം മുമ്പ് ഈ കോളേജിൽ ഒരു ഭക്ഷ്യം നൽകിയ ഭക്ഷണത്തിന് ഉണ്ടായതിൽ ഗുരുതരമായ ഒരു പിഴവുണ്ടാകുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് കുട്ടികൾ രംഗത്തെത്തുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അൻസിജ അടങ്ങുന്ന വിദ്യാർത്ഥികളായിരുന്നു. ഇത് ഹോസ്റ്റലിലായിരുന്നു സംഭവം നടക്കുന്നത്. തുടർന്ന് അന്ന് മുതൽ ഈ മാനേജ്മെന്റിന്റെ ഒരു നോട്ടപ്പുള്ളിയായി ഈ കുട്ടി മാറുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ആ സമയം മുതൽ കുട്ടിയെ മാനസികമായ പല സമയങ്ങളിൽ ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിൽ ഉണ്ടാകുന്നു. അത് കൂട്ടിയാടിയോടൊക്കെയും ഈ കുട്ടി പങ്കുവയ്ക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നല്ല ബോൾഡായ ഒരു കുട്ടിയാണ് ഈ പറയുന്ന അൻസിജ. കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉൾപ്പെടെ ഈ പറയുന്ന രക്ഷിതാക്കളും കുട്ടികളും മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഇന്നലെ മരണത്തിന് കീഴടങ്ങിയ കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഈ പറയുന്ന കോളേജിലെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ള മാനേജ്മെന്റിനെതിരെ അവർക്കെതിരെ ഈ അന്വേഷണം വേണമെന്നും ശക്തമായ നടപടി വേണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികളും സഹപാഠികളും ഉൾപ്പെടെ കോളേജ് മുന്നിൽ എത്തുന്നത്. എന്നാൽ അവിടെ എത്തിയ പോലീസ് സംഘം വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഉയരുന്നത്. മർദ്ദിക്കുകയും ഈ പറയുന്ന പല കുട്ടികളെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. അതിലൊക്കെ ഉപരി മറ്റൊരു വിഷയം, ഇന്നലെ മുതൽ തന്നെ കുട്ടി മരിച്ച സമയം മുതൽ തന്നെ കുടുംബം മുന്നോട്ട് വെച്ചൊരു വിഷയമായിരുന്നു ആർടിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹ പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നുള്ളതായിരുന്നു തമിഴ്നാട് ആർടിയുടെ. പക്ഷേ ആ സമയം മുതൽ ഈ പറയുന്ന തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് കരിങ്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നല്ലൊരു സമീപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആരോപണം കുടുംബം പറയുന്നു. കാരണം ഇവർ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പെരുമാറുന്നു എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇന്നും ഈ നിമിഷം വരെ ഈ പറയുന്ന കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടെങ്കിലും ആർടിഒ എത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് ആർടിഒ എത്തിയിട്ടില്ല. കരിങ്കൽ പോലീസ് എത്തിയെങ്കിലും ആർടിഒ എത്തിയില്ല. അവിടെയും പ്രതിഷേധം ഇപ്പോൾ തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം തമിഴ്നാട്ടിൽ നിന്നെത്തിയ ആർടിഒ എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിട്ടു നൽകാൻ അല്ലെങ്കിൽ സ്വീകരിക്കും എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് കേരള തമിഴ്നാട് MLA-മാർക്കും ഉൾപ്പെടെ ഈ പറയുന്ന കുടുംബം നിവേദനവും പരാതിയും നൽകിയിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത് ആവശ്യം ഉന്നയിച്ചിട്ട്. പക്ഷേ ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഇതിനൊരു നടപടിയിലെത്തിയില്ല. ഇത് രണ്ട് സംസ്ഥാനങ്ങളിലെ ഒരു വിഷയമായതിനാൽ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പം മറ്റുള്ളവർക്കുമുണ്ട്. എന്തായാലും കുടുംബം പ്രതിസന്ധിയിലാണ്. കാരണം ഈ പറയുന്ന മൃതദേഹം ഇതുവരെ മൃതദേഹത്തിനോട് ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിരിക്കുന്നു. അതൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു. കുടുംബത്തിലെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറി മുമ്പിൽ ഇന്ന് പുലർച്ചെ മുതൽ നിന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആദ്യമെത്താത്തൊരു പശ്ചാത്തലം ഉണ്ട്. എൽദോ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധം ഉയർത്തിയ വിദ്യാർത്ഥികൾ, പക്ഷേ ആ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് വിവരം. മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയായി, പക്ഷേ ആർടിഒ അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തുണ്ട് കുഞ്ഞിൻ്റെ മൃതദേഹം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.